ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ലഡ്ക്കൻ സ്റ്റിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ലഡ്ക്കൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു തയ്യൽ തുമ്പൊക്കെ നമുക്ക് പുറത്ത് കാണുന്ന രീതിയിൽ നമുക്കത് വൃത്തി ഉണ്ടാവില്ല. അപ്പോൾ നമുക്കത് അതിനെ കവർ ചെയ്തുകൊണ്ട് കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് എങ്ങനെയാണ് നല്ല വൃത്തിയോടുകൂടി നമുക്ക് ലഡ്ക്കൻ തയ്ച്ചെടുക്കുക എന്നാണ് നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ തയ്ക്കുന്നത് നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ഇതിനു വേണ്ടി നമ്മളൊരു 3.5 ഇഞ്ച് വിടുത്തുള്ള, അതുപോലെ തന്നെ വിടുത്തും ലെങ്ത്തും നമ്മൾ സ്ക്വയർ ആയിട്ട് ഒരു 3.5 ഇഞ്ച് വീതിയിലുള്ള ഒരു തുണിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു തുണിയെ നമ്മൾ ഇതുപോലെ മടക്കി നമ്മുടെ ലേസിനെ കണ്ടോ, നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഒരു ലൂപ്പിനെ ഇതുപോലെ ഇവിടെ വെച്ച് കൊടുത്ത് നമ്മൾ സാധാരണ ലഡ്ക്കൻ തയ്ക്കുന്നതാണ് നമ്മൾ കാണിച്ചു വരുന്നത് ആദ്യം. അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെയാണ് തയ്ച്ചെടുക്കുന്നത്. കണ്ടോ, ഇതുപോലെയാണ് നമ്മൾ സാധാരണയായി നോർമലായി നമ്മൾ തയ്ച്ചെടുക്കുന്നത്. ഇതുപോലെയാണ് കണ്ടോ. ഇനി നമ്മൾ ഈ ഒരു പീസിനെ നമ്മൾ ഇതുപോലെ മറിച്ചിടും. കണ്ടോ, ഇതുപോലെ മറിച്ചിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ, ഇതുപോലെ മറിച്ചിട്ട് നമുക്ക് ലഡ്ക്കനായി. എന്നാൽ നമ്മൾ ഇതിന്റെ തയ്യൽ തുമ്പ് കണ്ടോ പുറത്ത് വരുന്ന രീതിയിലാണ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്ന് നൂലൊക്കെ വലിഞ്ഞ് അത് വൃത്തികേടാകും. അപ്പോൾ നമുക്ക് ഈ ഒരു തയ്യൽ തുമ്പൊന്നും പുറത്ത് വരാത്ത രീതിയിൽ ആ ഒരു തയ്യൽ തുമ്പൊക്കെ കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ അടുത്ത ലഡ്ക്കൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ഇതിനു വേണ്ടി നമ്മൾ എടുക്കുന്നത് നമുക്ക് ആവശ്യമുള്ള വീതി, നമ്മൾ ഇതൊരു 4 ഇഞ്ച് വീതിയുള്ള പീസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനിടം നല്ല വശമുള്ള തുണിയാണെങ്കിൽ നമുക്ക് നല്ല വശം ഇതുപോലെ മുകളിൽ വരുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ക്രോസിൽ നമ്മൾ ഈ ഒരു ലൂപ്പിനെ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങും. ഇവിടെ നമുക്ക് ആ ലൂപ്പിന്റെ മുകളിൽ സ്റ്റിച്ച് വരുന്ന രീതിയിലാണ് തുടങ്ങേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ഒരു കോൺ വശം വരെ ഇതുപോലെ തയ്ച്ചെടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിനെ ഈ ഒരു സൈഡിലേക്ക് കണ്ടോ, ഇവിടെ തയ്ക്കുമ്പോൾ നമ്മുടെ ആ ലൂപ്പിനേക്കാൾ ഒരു 1/4 ഇഞ്ച് മുന്നേ സ്റ്റിച്ചിങ് നിർത്തണം. കണ്ടോ, ഇവിടെ വരെ മാത്രമേ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. കണ്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇവിടെ ഈ ഒരു കോണൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ ഒന്ന് വലിച്ച് ഇതിനെ ഉൾവശത്ത് കൂടി കണ്ടോ, ഈ ഒരു ഒഴിവിൽ കൂടി നമുക്കിതിനെ പുറത്തേക്ക് മറിച്ചിടുക. കണ്ടോ, ഇതിനെ ഉള്ളിലേക്കൊന്ന് തള്ളിക്കൊടുത്താൽ നമുക്കിതിനെ ഇതുപോലെ മറിച്ചിടാൻ പറ്റും. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്ക് മറിച്ചിട്ടെടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ആ തയ്യൽ തുമ്പ് നമുക്ക് അതിന്റെ ഉൾവശത്തേക്ക് പോയി. ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു കോണുവശമില്ലേ, ഈ ഒരു കോണുവശമൊക്കെ നമുക്കൊന്നൊരു സൂചി കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തിക്കൊടുത്ത് നമുക്ക് ആ ഒരു പോയിന്റ് ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. കേട്ടോ, ഇതുപോലെ ഈ ഒരു കോണൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ ഈ ഒരു ഭാഗം കണ്ടോ, നമ്മുടെ ഈ ലൂപ്പുള്ള ഭാഗം, ഈ ഒരു ഭാഗം നമുക്ക് ഇതിന്റെ ഉൾവശത്തേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് തള്ളിക്കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇതിന്റെ ഈ ഒരു ഒഴിവിൽ കൂടി കണ്ടോ, നമ്മുടെ ആ ഒരു സ്റ്റിച്ച് വിട്ടുള്ള ആ ഒരു ഒഴിവിൽ കൂടി ഈ ഒരു ഭാഗം നമുക്ക് പുറത്തേക്ക് വരും. കണ്ടോ, ഇത് നമുക്ക് കൂടുതൽ പുറത്തേക്ക് വരേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് അല്പം ഒരു പീസ് മാത്രം നമുക്ക് കാണുന്ന രീതിയിൽ മാത്രം നമുക്കതൊന്ന് പുറത്തേക്ക് വന്നാൽ മതി. കണ്ടോ, ഇതുപോലെ പുറത്തേക്ക് വന്നാൽ നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ നമ്മളൊന്ന് കറക്റ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് ഉൾവശമൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ചെറിയൊരു പീസ് പുറത്തേക്ക് വന്നത് കണ്ടോ. അതിനുശേഷം നമ്മൾ ഇവിടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ വരുന്ന എക്സ്ട്രാ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഈ ഒരു ലഡ്ക്കനെ ഇതുപോലെ വെച്ചൊന്ന് മറിച്ചിടുക. കണ്ടോ, നമുക്ക് ആ തയ്യൽ തുമ്പൊക്കെ ഉള്ളിലേക്ക് പോയി നല്ല വൃത്തിയോടുകൂടി ഒരു ലഡ്ക്കൻ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇതിന് തയ്യൽ തുമ്പ് പുറത്തുണ്ട്, ഇതിന് തയ്യൽ തുമ്പ് പുറത്ത് കാണുന്നില്ല. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി